ചിത്രേച്ചി എന്തത്? ആ എന്തേച്ചി? അറിഞ്ഞില്ലായിരുന്നോ? നിന്റെ പന്തളം ബേബിയെ പോലീസ് കൊണ്ടുപോയി പെണ്ണ് കേസിൽ. പെണ്ണ് കേസോ? ആ, ചക്രവാണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. അതാരെങ്കിലും ട്രാപ്പിലാക്കിയതായിരിക്കും. നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? അത് നിന്റെ മിസ്റ്റേക്ക്. നീ ചെന്ന് കയറിയ നൂർജഹാന്റെ വീടേ അതിന്റെ താവളവാ. ഉടനെ നിന്നെ കൊണ്ടുപോകും. അടുത്തത് നീയാ. ചുമ്മാരി ചിത്രേച്ചി, എന്നെ ആരെന്ത് കാണിക്കാനാ? എടാ, കാണിക്കാനുള്ളതല്ല അവള് കാണിക്കും. ഒറ്റ കൊടുത്ത് അവനെ പിടിപ്പിച്ചത് അവളാ, ആൻസി വർഗീസ്. നിന്നെ അവള് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നോക്കിക്കോ. അജയ് സർ, ഏതെങ്കിലും ഒരു ബാറിലോട്ട് പോയിടും. ചിത്രേ, ഡീ എംഎൽഎ വന്നടി. മോൻസി, അവർ ഗതി കെട്ടിട്ട് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു. ഞാൻ മോൻസി വഴി അവരെ കേസിൽ സഹായിക്കണം. ഋഷി, അവർ ക്രൈംബ്രാഞ്ച് കേസിലും വിജിലൻസ് കേസിലും ഇറുകിയിരിക്കുകയല്ലേ. ഡാ, ഇനി നമ്മൾ സഹായിച്ച് നമ്മളും കൂടെ കൊടുങ്ങില്ലേ? മോൻസി, ഗവൺമെന്റ് തലത്തിൽ സ്വാധീനിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാൻ പറ്റുമെന്നാ അവർ പറയുന്നത് എൻ്റെ അടുത്ത്. അത് മോൻസി വിചാരിച്ചാൽ നടക്കുമെന്ന്. മുഖ്യമന്ത്രിയെ സ്വാധീനിക്കണം. നടക്കുന്ന കാര്യം ഇതല്ല. എടാ, ഈ തള്ളയും കെട്ടിയവനും എന്തായാലും അകത്താവുന്ന ഉറപ്പാ. ഈ 2 കേസും ആ കൊലപാതക കേസെല്ലാം കൂടി ഇങ്ങ് വന്നാലേ ജീവപര്യന്തം ഉറപ്പാ രണ്ടെണ്ണത്തിനും. കോടികളുടെ ആസ്തിയായി കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ അവകാശമേ എനിക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് പല്ലവിയെ ഡിവോഴ്സ് പോലും ചെയ്യാൻ തയ്യാറാവാതെ നീ ഇവിടെ നിൽക്കുന്നത്. ആ, അങ്ങനെ തന്നെ. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ 1-2 കാര്യങ്ങളൊക്കെ ഞാൻ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനന്തൻ ചിറ്റപ്പൻ വേറെ കിട്ടിയോണ്ട് കുറച്ചുകൂടെ അങ്ങ് സൗകര്യമായി. ഇനി എന്തായാലും നമ്മുടെ പരീക്ഷാ കേസ് KGS പാർട്ടികളും പൊക്കിക്കൊണ്ട് വരാൻ പോകുന്നില്ല. അവരതൊക്കെ വിട്ടതുപോലെ. നീ എന്തായാലും താഴെ ചെന്ന് തള്ളയോട് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ എന്താ പറയണ്ടേ? എടാ, ഇത്രേ ഉള്ളു കാര്യം. ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിത്തരാം. നീ ആ വാക്കങ്ങോട്ട് കൊടുത്താൽ മതി. ഇത്ര ഉള്ളടാ. ആ, എന്താ സുരേഷേ? അറസ്റ്റോ? ബേബിയോ? പെണ്ണ് കേസിലാ? ആ, ശരി. ഡാ, ആ ബേബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെണ്ണ് കേസില് ആൻസി എന്നെ കുലുക്കിയാന്ന്. വല്ല കാര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. എടീ, അപ്പൊ ബേബിയും കൂടെ അകത്തായ സ്ഥിതിക്ക് ആൻസി വർഗീസ് എന്ത് പണിയാ പണിയുന്നേ? നമ്മുടെ ഇടുക്കിക്കാരൻ മന്ത്രി പറഞ്ഞ പോലെ 1, 2, 3 എന്ന് പറഞ്ഞങ്ങ് പോവുക. ആദ്യം സനൽ സാറ്, രണ്ടാമത് ബേബി, മൂന്നാമത് ചക്രവാണി, ഇനി 4-മൻ ആരാണോ എന്തോ ലിസ്റ്റൊക്കെ അവിടെ തന്നെ ഉള്ളൂ. അപ്പാ ദാ, മോൻസി കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം തെറിക്കും. മോൻസി, പറഞ്ഞോട് കാര്യങ്ങളൊക്കെ. പറയാം, പക്ഷെ എല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഞാൻ ഇടപെട്ടൊന്നും അറിയാനും പാടില്ല. മീഡിയക്കാർക്ക് ഇടപെടാനുള്ള അവസരം നിങ്ങളായിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് KGS. വാ പറയാം. ആൻറ്റി, അൻസാറിക്ക വീട്ടിലുണ്ടോ? ഷൂട്ടിങ്ങിലാണോ? റസി അവിടെ വന്നായിരുന്നോ ആൻറ്റി? ഞാൻ മെസ്സേജ് കൊടുത്തു, പക്ഷെ റിപ്ലൈ ഇല്ല.
ആന്റി അവളെ കിട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണോട്ടോ. ഇല്ല, വേറൊന്നുമില്ല. ആൻസി കുഞ്ഞമ്മ ബാംഗ്ലൂർ ഒരു ബോട്ടിക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ബാംഗ്ലൂരൊക്കെ തുടങ്ങി സക്സസ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞതാ. റസിയെ കൊണ്ടൊന്ന് പറയിപ്പിക്കണത് വേണ്ടാന്ന്. ബാംഗ്ലൂർ വരാനിരിക്കുക. ഇല്ല, ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയായിരുന്നു. കേസിന്റെ കാര്യം പ്രോപ്പർട്ടി ഇഷ്യൂ തന്നെയാ. എനിക്ക് പേടി ആന്റി. അവിടെ ചെന്ന് കയറിയ കൊല്ലൂന്ന് വരെ മമ്മി പറഞ്ഞു. ആൾക്കാരൊക്കെ പറയണ കഥ കേട്ട ശരിക്കും പേടിയാവും. ഇനിയിപ്പോ കേസൊക്കെ കഴിയട്ടെ. ശരി ആന്റി, വിളിക്കണേ. ഓക്കെ ആന്റി, ബൈ. പല്ലവി, നിങ്ങളെ പന്തളം ബേബിയൊക്കെ അറസ്റ്റിലായത് അറിഞ്ഞോ? സാറേ, എനിക്ക് ഈ പന്തളം ബേബിയായിട്ട് ഒരു ബന്ധവുമില്ല. കൊണ്ടു നടന്നതൊക്കെ അനന്തൻ ചിറ്റപ്പനാ. ഈ റസി എപ്പോഴാ വരുന്നേ? റസിയെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഔട്ട് ഓഫ് സ്റ്റേഷനാ. ബാങ്കോക്കിൽ എന്തോ ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു. ചിലപ്പോ പോയി കാണും. മെസ്സേജ് കൊടുത്തിട്ട് പോലും റിപ്ലൈ ഇല്ല. സാറേ, ഞാൻ അന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ നൂർജഹാനും അനന്തൻ ചിറ്റപ്പനും കല്യാണം കഴിച്ചു. ആ വീഡിയോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാൻ സാർ എന്തിനാ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നേ? എടി കൊച്ചേ, നീ ഇങ്ങനെ ഒരു കാര്യം തന്നെ 100 വട്ടം പറഞ്ഞോണ്ടിരുന്നല്ലേ അതിലെന്തോ കള്ളത്തിനുണ്ടെന്ന് ഞങ്ങൾ പോലീസുകാർ വഴിതെറ്റി ചിന്തിക്കും. മനസ്സിലായോ? കൊച്ചപ്പ, ഇപ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? സാറേ, നാട്ടിലുള്ളപ്പോഴേ പ്രാതല് 11 മണിക്കാ. പുഴുക്ക് മുളക് ഉടച്ചതാ ഇഷ്ടം. ആണോ? ഇവിടെ പിന്നെ അതൊന്നും കിട്ടത്തില്ലല്ലോ. ഉള്ളതുണ്ടാക്കി ഞാൻ കഴിക്കും. സാറേ, അൻസി സാറില്ലേ? ഉണ്ട്, മേലുണ്ട്. വാ. പല്ലവി എങ്ങോട്ടാ? മുകളിലേക്ക്. ഞാൻ ഡ്യൂട്ടിയില്ല, പോലീസ് ഡ്യൂട്ടി. ഇയാളെ ആവശ്യമുള്ളപ്പം വിളിക്കാം, അപ്പൊ വന്നാൽ മതി. അൻസി വാ. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഓ, പന്തളം ബേബി അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു സംശയമായിട്ട് അങ്ങനെ തള്ളിക്കളയുന്നത് ശരിയല്ല സർ. എനിക്ക് ഈ പന്തളം ബേബിയെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ആൻസിന്നും മറ്റും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ അത്ര നിസ്സാരക്കാരനല്ല. ആൻസിയെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവരുന്ന സമയം മുതൽ ഇപ്പോഴും ആൻസിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ആരോപണം നടത്തുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണണ്ട സർ. രാജ്മോഹൻ സാറേ, ഇപ്പം നമ്മൾ അയാളെ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ അനന്തന്റെയും നൂർജഹാന്റെയും കൂടെ തന്നെയുണ്ട് പന്തളം ബേബി. ഒന്നും കാണാതെ അയാൾ അങ്ങനെ പറയില്ല സർ. സത്യത്തില് അനന്തന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഈ വിഷയം ആലോചിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന്റെ പിന്നിലുള്ള നൂർജഹാന്റെ കാൽക്കുലേഷൻ എനിക്ക് മനസ്സിലാവും. അന്വേഷണം അവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അത് അവിടെയും കടന്ന് അനന്തനിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു കാര്യം ചെയ്യാം സർ, അയാളെ ഒന്ന് കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യാം. അങ്ങനെ അയാളെ റിമാൻഡ് ചെയ്തിരിക്കില്ലേ? അതെ, തെളിവെടുപ്പിനായി അയാളെ കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട് കോടതി. ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ പറഞ്ഞ കേസുമായി കണക്ട് ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കാം. സാറേ, അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ആനന്ദൻ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ടുള്ളതെന്ന്, അല്ലേ? ഓക്കെ സർ, ഞാൻ വിളിക്കാം സാറിനെ. ശരി. ഇങ്ങോട്ട് കയറി പാടോ. സാറേ, ഞാൻ ഷേവ് ചെയ്തിട്ട് വന്നാ മതിയാ? അതിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. വാ ഇങ്ങോട്ട്. താങ്ക് യു സാറേ. വാ. ഇതെങ്ങോട്ടാ സാറേ? അവിടെ പോയി നിൽക്ക്. സാറേ, സാറേ, എനിക്കിവിടെ ഇരിക്കാനുള്ള കസേര.
എന്താ ചോദിച്ചേ? എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള കസേരയൊന്നും ഇല്ലല്ല. ആ സാറിനെ ഞാനൊരു കിടക്ക കൊണ്ടുത്തരാവേ. താങ്ക് യു സാറേ. ഇപ്പൊ കൊണ്ടുവരാവേ. ഇവിടെ നിൽക്കണം കേട്ടോ. ഇപ്പൊ സാറൊക്കെ പാവങ്ങളാ, പാവങ്ങള്. ഓക്കെ, ആ ലിസ്റ്റ് ഓക്കെ ആയോ? ഓക്കെ സർ, പക്ഷേ അതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സിജി അയാളെ കൊണ്ടുവന്നോ? സാറേ, അയാൾക്ക് ഷേവ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണോ? ആ അത് നമുക്ക് കൊടുക്കാം. ബേബി, നീ ആ സെൻട്രൽ ജില്ലയ്ക്ക് പോകുമ്പോഴേ നിനക്കൊരു തൊഴിൽ വേണ്ടേ? ഈ പണി അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്റെ സാറേ, ഞാൻ ഈ സൈബർ കേസിലൊന്നും ഇല്ലല്ല. പിന്നെ എന്തിനാ സാറേ എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയാക്കണേ? ബേബി, അതെ, നീ ആ പെണ്ണ് കേസില് റിമാൻഡിലാണ്. പിന്നെന്ത് ചക്രവാണി? എടാ, നീ ഉണ്ടാക്കിയ ഒരു കേസായി സൈബർ കേസ്. എന്റെ സാറേ, എനിക്കതിൽ യാതൊരു ഇടപാടുമില്ല. ഇടപാടുണ്ടാവും, നമുക്ക് നോക്കാം. നിന്നെ അറസ്റ്റ് കൊണ്ട് പോകുമ്പോ നീ ആൻസി വർഗീസിനോട് എന്താ പറഞ്ഞേ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ലല്ല. പറഞ്ഞില്ല. അവളുടെ ഭർത്താവായ അനന്തനാണ് വ്യാജ വീഡിയോ ഉണ്ടാക്കിയതെന്ന്. അതാണ് സാറേ. എന്താ അതിനുള്ള തെളിവ്? അതിന് തെളിവുണ്ട്. സാറാ നൂർജഹാനെ വിളിച്ച് സ്ട്രോങ് ആയിട്ട് ചോദിച്ചാ മതി. അതെ, അവനും അവളും കൂടി 8-10 വർഷത്തിന് മുന്നുള്ള പ്ലാനിങ്ങാ. അതൊരു ബുദ്ധിപരമായിട്ട് നടപ്പാക്കി. നീ അതിന് സഹായിച്ചോ? ഏയ് ഇല്ല. പക്ഷെ അവരെന്നോട് സഹായം ചോദിച്ചു. ആ നൂർജഹാൻ നിന്നോട് പറഞ്ഞോ? ഇത് പറഞ്ഞു സാറേ. ശരി, ക്രിസ്ത്യൻ നിനക്കറിയോ? ഈ നൂർജഹാൻ പറഞ്ഞ് കേട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ. സാറേ, ഞാൻ തന്നെ നൂർജഹാന് വേണ്ടി ആ വീഡിയോ ഉണ്ടാക്കി കൊടുത്തേ ആ ക്രിസ്ത്യ ആയിരിക്കും സാറേ. 100% ഉറപ്പാ. നീ ഇതെവിടെയും പറയൂ. ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാറേ, ഞാൻ ഏത് കോടതിയുടെ മുന്നിലും മജിസ്ട്രേറ്റിന്റെ മുന്നിലും ഞാനിത് പറയും. ഈ മൊഴി മാറ്റി പറഞ്ഞ സ്വഭാവേ ഈ പന്തളം ബേബിക്കില്ല. എന്റെ ഈ ചോരയിലും ഇല്ല. നീ അങ്ങോട്ട് മാറിയിക്ക. സാർ, സിജി വാ. അതെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ പുതിയ വിശേഷങ്ങളൊക്കെ? എന്തുവാടി? ആൻസി വർഗീസിന്റെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയത് ഞാനും ഋഷിയും പിന്നെ ഇവിടെയുള്ളവരെല്ലാരും കൂടിയാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ട് നടന്നത്. എന്നിട്ടിപ്പോ ആ കേസ് എവിടെയാ ചെന്ന് നിൽക്കുന്നതെന്ന് അറിഞ്ഞായിരുന്നോ നിങ്ങള്? എടി, ഞാൻ അതാ വിഷമിച്ചിരിക്കുന്നേ. പല്ലവി മോക്ക് അതിലെന്തോ കണക്ഷൻ ഉണ്ടെന്നാണല്ലോ കേട്ടത്. അറിഞ്ഞതൊക്കെ സത്യം തന്നെയാ. അവളുടെ ഏതോ ഒരു കൂട്ടുകാരിയില്ലേ, ആ കൊടുവള്ളിയുടെ ബന്ധത്തിൽപ്പെട്ട ഏതോ ഒരു കൊച്ച്, പിന്നെ ആ നൂർജഹാൻ, എല്ലാരും കൂടി ചെയ്ത പരിപാടി ഇത്. എടി, അതെന്തിനാടി? അതിന്റെ ആവശ്യം എന്തോ അടി? അതെ, നിങ്ങളുടെ ആങ്ങള കൂടപ്പിറപ്പ് അനന്തകൃഷ്ണൻ, അവനെ ആവശ്യമുള്ള പെണ്ണുങ്ങള് വേറെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോടി ആ നൂർജഹാൻ അവനെ കൊണ്ടുപോയി താലി ഇടിയിച്ചത്. അതെ, താലി ഇടിയിച്ചതും അവരെ ആശീർവദിച്ചതും ഒക്കെ ആ ആൻസി വർഗീസ. ആ ആൻസി വർഗീസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നൂർജഹാനും അവളും കൂടെ പണ്ടെങ്ങോ തുടങ്ങിയ ഒരു പദ്ധതിയാ ഈ വ്യാജ വീഡിയോ. ആന്നോടി? ആന്നോടിന്നല്ല, ആണ്. എന്നാ പിന്നെ അത് നൂർജഹാന്റെ പദ്ധതി ആയിരിക്കും. അനന്തനെയും പെണ്ണും പിള്ളയും കൊച്ചുങ്ങളെയും അനാഥാക്കണമെന്ന് അവള് തീരുമാനിച്ചു കാണും. അവളത് സാധിക്കുകയും ചെയ്തല്ലോ. എന്നാ അങ്ങനെയൊന്നും അല്ല. ഇത് അവളും അനന്തനും കൂടി പ്ലാൻ ചെയ്തതാണെന്നാ സൈബർ അന്വേഷണത്തിൽ നിന്നേ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ കേട്ടത്. അനന്തനോ? അനന്തൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ബന്ധമാണോ ഇത്? അപ്പൊ അനന്തനെ കെട്ടാൻ വേണ്ടിയിട്ട് നൂർജഹാനും അവളുടെ ആൾക്കാരും കൂടി ഈ വീഡിയോ ഉണ്ടാക്കി. ആൻസി വർഗീസ് പിഴച്ചവളാണെന്ന് നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തി. അനന്തനെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു, ഡിവോഴ്സ് ചെയ്യിച്ചു. എന്നിട്ട് ആൻസി വർഗീസ് പോരാടി ജയിച്ചു കയറി വന്നപ്പോ അനന്തൻ വീണ്ടും ആൻസിയുടെ മക്കളുടെ അടുത്ത് ചെല്ലുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ചെറുക്കനെ അവള് ആ നൂർജഹാൻ സിനിമാ സംവിധായകനാക്കാന്ന് പറഞ്ഞ് കുരുക്കി. കഴുത്തില് കയറുമുറുക്കും പോലെ താലിയിട്ടങ്ങ് കുരുക്കി. അത് കൊള്ളാമല്ലോ. അപ്പൊ നിങ്ങളുടെ കൂടെ പിറപ്പ് ഭയങ്കര മിടുക്കന. ആൻസി വർഗീസും അതിലും വലിയ മിടുക്കിയ. നിങ്ങൾ ആക്ച്വലി ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഹെടി, ഞാൻ അന്നും ഇന്നും അനന്തനെ അവന്റെ പെണ്ണിനെയും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 10-18 വർഷം മുമ്പ് ഇവിടെ താലി കെട്ടി കയറി വന്നപ്പോ
അവരെ ഇവിടെ താമസിപ്പിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. അന്നു തൊട്ട് തുടങ്ങിയ നിന്റെ ഈ പക എവിടം വരെ എത്തി? പറയടി. ഞാൻ എന്തെല്ലാം പറഞ്ഞ അവനെ തിരിച്ചു പിടിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്? നീ എന്തെല്ലാം ചതി ചെയ്യടി. അവളെ ചവിട്ടി നോവിച്ച് ഇറക്കി വിട്ടില്ലേ നീ? എടി, അന്ന് അവള് ആൻസി വർഗീസ് തീരുമാനിച്ചു ഈ തറവാടിന്റെ നാശം. കണ്ട, അവള് ഒന്നേന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നാലേ നിങ്ങൾ ചെന്ന് അവിടെ കാലയിലോട്ട് അങ്ങ് വീഴും. അവളെ പോലൊരു പെണ്ണിന്റെ കാലിൽ വീഴുന്നത് പുണ്യമാടി, പുണ്യം. എങ്കിലേ നിങ്ങൾ ഇറങ്ങിക്കേ ഈ റൂമിന്ന്. അങ്ങനെ പുണ്യമുള്ളവരുടെ കൂടെ പോയി ജീവിക്കും നിങ്ങള്. ഇറങ്ങ. പിന്നെ നീ പറഞ്ഞങ്ങ് ഇറങ്ങാൻ പോവല്ലേ? എടി, വല്ല സൈനൈഡ് വല്ല ഉണ്ടെങ്കിൽ അതെടുത്ത് എന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് തള്ളിയിട്ട് എന്നെ കൊണ്ടങ്ങ് പാറക്കുളത്തിലോട്ട് തള്ളു. നീ ഇറക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങാടി. നീ പറയുമ്പോ അങ്ങ് ഇറങ്ങാതിരിക്കല്ലേ ഞാൻ. വാടുന്ന്. നീ അനുഭവിക്കോടി, അനുഭവിക്കും. എന്റെ അച്ഛനെ കൊന്നു, മോളെയും കൂടപ്പറപ്പിനെ ഇറക്കി വിട്ടു. അവന്റെ കുഞ്ഞുങ്ങൾ വളരേണ്ട മണ്ണ, അവരും പോയി. എന്റെ ബിസിനസ്സും തകർന്നു. ഇത്രയും കാലം സഹിച്ചടി. ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ സഹിച്ചത്. ഇതിലും ഭേദം മരിക്കുന്നതാ. ഇപ്പൊ ആരും ഇല്ലാണ്ടായി. ഇനിയിപ്പൊ നേരെ സെൻട്രൽ ജയിലിലോട്ട് പോയാ മതി. ഇനിയുള്ള കാലം സിമന്റ് തന്നെ കിടക്കാം. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. എവിടെ കേക്കായി? മോൻസി, ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. KGSനെ ആൻസിയും കൂടെ നിർത്തണം. ജയിച്ച് നിൽക്കുകയല്ലേ, കിട്ടിയ അവസരം നമുക്കങ്ങ് ഉപയോഗിക്കാടാ. ഈ പരീക്ഷാ കേസിൽ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് അവരുടെ ഹെൽപ്പ് വേണം. അത്രേ ഉള്ളൂ. ഞാനേ ആ KGSനൊന്ന് വിളിക്കട്ടെ. ഇതോടെ പുള്ളി നമ്മളെ അടിമയായിരിക്കും. ഓക്കെ, നീ അസംബ്ലി ആയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കും. ഞാൻ MLA ഹൗസിലോട്ട് വരാം. ഓക്കേടാ, ശരി. എന്താണ് ഋഷിമോനെ? അങ്ങ് ഏത് മഹാരാജ്യത്താ? ഓ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. മറ്റേ മഹാൻ നാട് നീങ്ങിയോ? ജസ്റ്റിൻ ഡിസൂസ. സാറേ, അവനൊക്കെ വെറും ഫ്രോഡാ. നമ്മളൊക്കെ ഒരു പാഠം പഠിച്ചില്ലേ സാർ? അതിന് സാറിനോട് നന്ദിയേ ഉള്ളൂ. നന്ദി പറയേണ്ടത് നിന്നോടും നിന്റെ കൂട്ടെമ്മലോടും ഞങ്ങളെ പറയണ്ടേ. ആൻസി വർഗീസ് ഇത്ര ഉയരത്തിലോട്ട് പറഞ്ഞതേ നിങ്ങളോടൊക്കെ ഉള്ളൊരു വാശിയുണ്ടാ. നന്ദിയും കടപ്പാടും നിങ്ങളോടൊക്കെ ഞങ്ങളല്ലേ കാണിക്കണ്ടേ? അപ്പോഴേ സാറിനോടൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. അതെന്തുവാ സാറേ? ഗതി കെട്ടാ പുലി പുല്ലും തിന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ അമ്മായിമ്മയും അമ്മായിപ്പനും കൂടെ എൻ്റെയും മോൻസിയുടെയും കാൽക്കൽ വീണു. ഗവൺമെന്റിൽ സ്വാധീനിച്ച് കേസ് ഒത്തുതീർക്കണം. അന്വേഷണത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റണം. ഗവൺമെന്റ് തലത്തിൽ മൂവ് ചെയ്താൽ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാവും. അതല്ലയോ വിഷയം? ഇതൊക്കെ സാറെങ്ങനെ അറിഞ്ഞു? മക്കളെ, ഇടാ അവിടെ എന്ത് നടന്നാലും അപ്പം തന്നെ ഞാൻ അറിയും. മരുതകം വീട്ടിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ MLAയുടെ ഭാഗത്തു നിന്നൊരു മൂവ്മെന്റ് ഉണ്ട് അല്ലേ? അത്രയും പ്രത്യുപകാരം ഞാനും മോൻസിയും ചെയ്തു കൊടുക്കണ്ടേ മരുതകംകാർക്ക്? ആൻസി മേഡത്തിനോടും സാറിനോടുള്ള കടപ്പാട് അങ്ങനെയെങ്കിലും കാണിക്കണ്ടേ ഞാൻ? വേണം. അറസ്റ്റ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവോ? സാറേ, വിജിലൻസ് ഇന്ന് തന്നെ പോവും. പുറപ്പെട്ടിട്ടുണ്ട് അവർ. എടുക്കൻ മരുതകം വീട്ടിന്റെ നാഥൻ തന്നെ അതിന്റെ അടിവാരം തോണ്ടണം. അടിവാരം തോണ്ടിയാലേ മുഴുവൻ അസ്ഥി കൂടോ സാറേ? അത്രയ്ക്ക് കുഴപ്പം പിടിച്ച വീടാത്. ആ സാറേ, പിന്നെ സാറേ, ഞാനും മോൻസിയും കൂടെ സാറിനെയും ആൻസി മേഡത്തിനെ ഒന്ന് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുക. അയ്യോ വേണ്ട, ആരും വരണ്ട. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ മോനെ. ശരി എന്നാ.
നിങ്ങളാരാ? ഞാൻ റഷീദ്. ആദിത്യ കൃഷ്ണന്റെ സണില്. അമ്മായി അപ്പനൊക്കെ അകത്തുണ്ടോ? ആ ഉണ്ട് സാർ. വിജിലൻസിൽ നിന്ന് ആള് വന്നെന്ന് പറ. സാർ രണ്ടുപേരെയും വിളിക്കണോ? ആ, രണ്ടുപേരെയും ഇഞ്ഞ് വിളിക്കേ. ആ മമ്മി, മമ്മി. എന്താ? ആ ദേ വിജിലൻസിൽ നിന്നാ മമ്മി അന്വേഷിച്ച. ആദിത്യ കൃഷ്ണനല്ലേ? പനിച്ചിട്ട് കിടക്കുക. ഓഹോ, തുള്ളൽ പനിയാണോ? എങ്കിലേ അവിടെ ചില ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. സാറേ, ചോദിക്കാനുള്ളത് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തതല്ലേ, ഇനി എന്തോന്നാ? ഇനി ഒന്നുമില്ല, അറസ്റ്റ് മാത്രമേ ഉള്ളൂ.